എജുപ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ചാപ്റ്റർ 9 ആണ്. 3 ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ ചാപ്റ്ററിൻ്റെ നെയിം വരുന്നത്. അപ്പം ഇത് ഈ ഒരു സ്റ്റോറി ബേസ് ചെയ്യുന്നതും ഈ ഒരു 3 ക്വസ്റ്റ്യൻസിൻ്റെ പ്ലോട്ടിൽ തന്നെയാണ്. അപ്പം ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. ഒറിജിനലി റിട്ടൺ ചെയ്തിരിക്കുന്നത് റഷ്യനിലാണ്. റഷ്യയിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ളൊരു എഴുത്തുകാരനാണ് ലിയോ ടോൾസ്റ്റോയ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട് ആണ് ഷോർട്ട് സ്റ്റോറിയാണ് ഇതിൽ വരുന്നത് 3 ക്വസ്റ്റ്യൻസ്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മൗഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു രചയിതാവാണ്. അപ്പോൾ നമുക്ക് എന്താണ് 3 ക്വസ്റ്റ്യൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിലേക്കാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. Once a king had 3 questions in his mind, and also he believed if he knew the answers of these questions, he cannot be conquered by anyone in the world. അപ്പം ഒരു ദിവസം നമ്മുടെ ഈ ഒരു കിങ്ങിന്, അപ്പം നമ്മുടെ ഈ ഒരു കഥാപാത്രം ആരാണ് വരുന്നത്? ഇതിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് രാജാവാണ്. അപ്പം ആ ഒരു രാജാവിന് ഒരു 3 ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്നു. ദാറ്റ് ഈസ് വൺസ് a king had 3 questions in his mind. അല്ലേ, അയാളുടെ ചിന്തയിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നു. ആൻഡ് ഓൾസോ ഹി ബിലീവ്ഡ്, അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ബിലീവ് ചെയ്യാന്ന് വെച്ചാൽ വിശ്വസിക്കുക. ഇഫ് ഹി ന്യൂ ദ ആൻസേഴ്സ് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ്, ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഇയാൾക്ക് അറിയാൻ കഴിഞ്ഞാൽ ഹി കനോട്ട് ബി കോൺകേർഡ് ബൈ എനി വൺ ഇൻ ദ വേൾഡ്. അതായത് അദ്ദേഹത്തിനെ കീഴടക്കാൻ ഈ ഒരു വേൾഡിലുള്ള ആർക്കും തന്നെ സാധ്യമല്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഈ ഒരു 3 ക്വസ്റ്റ്യന് ആൻസർ മനസ്സിലാക്കി കഴിഞ്ഞാൽ. ദോസ് 3 ക്വസ്റ്റ്യൻസ് വേർ വാട്ട് ഈസ് ദ റൈറ്റ് ടൈം ടു ബിഗിൻ സംതിങ്. അപ്പം അത് ഏതൊക്കെയാണോ ക്വസ്റ്റ്യൻസ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് വാട്ട് ഈസ് ദി റൈറ്റ് ടൈം ടു ബിഗിൻ സംതിങ്, എന്താണ് ശരിയായ സമയം എന്നത് എപ്പോഴാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്. എന്തെങ്കിലും പുതിയ കാര്യം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ശരിയായ സമയം എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് ഹൂം ഹി ഷുഡ് ലിസൺ ടു, ആരെയാണ് അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശത്തെയാണ് നമ്മൾ കേൾക്കേണ്ടത്, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്. ആൻഡ് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിനുള്ള ബെസ്റ്റ് ടൈം ഏതാണ്, അല്ലെങ്കിൽ അതിനുള്ള ശരിയായിട്ടുള്ള സമയം ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് വരുന്നത് ആരുടെ നിർദ്ദേശങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത് വരുന്നത് ഏറ്റവും നല്ല ജോബ്, പ്രധാനപ്പെട്ട ജോബ് എന്ന് കണക്കാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വർക്ക് എന്താണ് എന്നാണ്. ആൻഡ് ഓൾസോ ഹി അനൗൺസ്ഡ് എ റിവാർഡ് ഫോർ എനി വൺ ഹൂ വുഡ് ഗിവ് എ സാറ്റിസ്ഫാക്ടറി ആൻസർ. അപ്പം ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ രാജാവിൻ്റെ മൈൻഡിലുള്ളതാണ്. ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ രാജാവിന് വേണം. അപ്പം രാജാവ് ഈ ഒരു അനൗൺസ് പുറപ്പെടുവിപ്പിക്കുകയാണ്, അല്ലേ, വിളംബരം പുറപ്പെടുവിക്കുകയാണ്. ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആരാണോ എന്നെ സംതൃപ്തനാക്കുന്ന രീതിയിൽ ആൻസർ ചെയ്യുന്നത് അവർക്ക് ഞാൻ ഇത്ര പൊൻപണം തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിവാർഡ് തരുമെന്ന് ഇങ്ങനെ നമ്മുടെ രാജാവ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. To the questions of the king, he received various answers which didn't satisfy the king. അപ്പം എന്താണ്, ഇങ്ങനെ രാജാവിൻ്റെ ക്വസ്റ്റ്യൻസ് കേട്ടതിന് ശേഷം രാജാവിന് കുറേ അധികം റിസീവ്ഡ് വാരിയസ് ആൻസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം വ്യത്യസ്തമായിട്ടുള്ള ആൻസേഴ്സ്, ഉത്തരങ്ങൾ കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ ഒരെണ്ണം പോലും ആരാണ് നമ്മുടെ രാജാവിനെ സംതൃപ്തനാക്കിയിട്ടില്ല. ആൻഡ് വിച്ച് ഡിഡ്ന്റ് സാറ്റിസ്ഫൈ ദി കിങ്. ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ സെഡ്, അപ്പം നമ്മുടെ രാജാവ് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഏത് സമയമാണ് ശരിയായിട്ടുള്ള ടൈം എന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുള്ള ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം സെറ്റ് ടു ബി പ്രിപ്പയർ എ ടൈം ടേബിൾ ഓർ ഗോ ടു മജീഷ്യൻ ആൻഡ് സോ ഓൺ. കുറച്ച് പേര് പറഞ്ഞു നല്ല ശരിയായ ടൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണമെന്ന്. പിന്നെ ചിലർ പറയുന്നു മജീഷ്യൻ്റെ അടുത്ത് പോയാൽ മതി, എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള ടൈം വരുന്നത്
മജീഷ്യൻ പറഞ്ഞു തരും എന്താണെന്നുള്ളത്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇതൊന്നും നമ്മുടെ രാജാവിനെ സംതൃപ്തനാക്കില്ല. ഫോർ ദ സെക്കൻഡ് ഓൾസോ സിമിലർ ആൻസേഴ്സ് വർ ഗിവൺ ടു ദ കിങ്. അപ്പോൾ എന്താണ് ഈ രണ്ടാമത്തായിട്ട് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? രാജാവ്, അതായത് ആരുടെ നിർദ്ദേശങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രവിക്കേണ്ടത് എന്നാണ്. അപ്പോൾ അതും ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലെ തന്നെയാണ് രണ്ടാമതിന് കിട്ടിയിട്ടുള്ള ആൻസേഴ്സും. ദാറ്റ് ഈസ് ടു ഹാവ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഡോക്ടേഴ്സ് ആൻഡ് സോ ഓൺ. ആരുടെയാണ് നിർദ്ദേശങ്ങളാണെന്നാണ് പറയുന്നത് പലരും. അതായത് നമ്മുടെ മന്ത്രിസഭയിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പോഴത്തെ മന്ത്രിസഭ പാർലമെൻ്റ് അല്ല കേട്ടോ, നമ്മുടെ രാജാവിൻ്റെ ആ ഒരു മന്ത്രിസഭ ഉണ്ടാവില്ലേ, അവിടെ ഉണ്ടാകുന്ന പണ്ഡിതന്മാരും ഇവരൊക്കെ അടങ്ങിയിട്ടുള്ള മന്ത്രിയും ബാക്കിയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അതിലുള്ള അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നതായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നും. അല്ലെങ്കിൽ വൈദ്യന്മാർ, ഡോക്ടേഴ്സൊന്നും ആ ഒരു കാലത്ത് ഉണ്ടാവില്ല, രാജാവിൻ്റെ കാലത്ത് ഉണ്ടാവില്ല. വൈദ്യന്മാരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നതൊക്കെ ആയിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് കുറേ പേര് ഇങ്ങനെ പറയുന്നത്. ഇതുമല്ല പല ഒപ്പീനിയൻസ് വേറെയും വന്നിട്ടുണ്ടായിരുന്നു. And for the final question, the answers were science, religious practices, etc. അപ്പം ലാസ്റ്റത്തിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് കാര്യങ്ങൾ എന്നാണ് വരുന്നത്, പ്രധാനപ്പെട്ട വർക്ക് എന്താണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൽ കുറേ പേര് പല ഉത്തരങ്ങൾ തന്നല്ലേ. മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യുന്നതാണ് ഏറ്റവും വലുതായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എന്നൊക്കെ, അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ കിട്ടി. ആൻഡ് ദ കിങ് ഡിഡൻറ്റ് ഫൈൻഡ് എനി ആൻസർ സാറ്റിസ്ഫാക്ടറി. പക്ഷേ ഇത്രയധികം ഉത്തരങ്ങൾ കിട്ടിയതിന് ശേഷവും നമ്മുടെ രാജാവ് നല്ല രീതിയിൽ സംതൃപ്തനായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്റ്റ് വരുന്നത്. ഫൈനലി ദ കിങ് ഡിസൈഡഡ് ടു ഗോ ടു എ വൈസ് ഹെർമിറ്റ് ഇൻ ദ കിങ്ഡം. അപ്പോൾ അവസാനം ആരുടെ ഉത്തരവും ഇയാളെ സംതൃപ്തനാക്കാൻ ആക്കിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കിങ് ഡിസൈഡ് ചെയ്യാണ് ഒരു സന്യാസിയെ, ഹെർമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസി എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തുള്ള ഒരു സന്യാസിയെ പോയി കാണണമെന്ന് അദ്ദേഹം അവസാനം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ദ ഹെർമിറ്റ് ലിവ്ഡ് ഇൻ ദ വുഡ്സ് ഓൾ അലോൺ ആൻഡ് റിസീവ്ഡ് ആൻഡ് സ്പോക്ക് ടു കോമൺ പീപ്പിൾ. അപ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു സന്യാസി ഇവിടെ താമസിക്കുന്ന വുഡ്സിൻ്റെ അല്ലേ, നമ്മുടെ കാടെല്ലാം ചുറ്റി മരങ്ങളാൽ നിൽക്കുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മുടെ സന്യാസി ജീവിക്കുന്നത്. ആൻഡ് അയാൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കോമണേഴ്സിനോടാണ്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. So that king disguised himself as a common man and went to the hermit. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു കിങ്ങിന് ആൻസർ കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു കിങ് എന്താക്കി? ഡിസ്ക്യൂസ്ഡ് ഹിംസെൽഫ് എ കോമൺ മാൻ. അതായത് ഡിസ്ക്യൂസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വേഷം മാറുക ചെയ്യുന്നത്. വേഷം മാറിയിട്ട് സാധാരണക്കാരനെ പോലെ നമ്മുടെ ഈ ഒരു ഹെർമിറ്റിൻ്റെ സന്യാസിയുടെ പക്കലിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. ആൻഡ് went to the hermit. When the king arrived, he greeted the hermit. അപ്പം ഈ ഒരു കിങ് നമ്മുടെ രാജാവ് സന്യാസിയുടെ അടുത്ത് എത്തിയപ്പം അയാളെ ഗ്രീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, അയാളോട് അഭിവന്ദനം അറിയിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഹെർമിറ്റ് ഓൾസോ ടുക്ക് എ മിനിറ്റ് ആൻഡ് ഗ്രീറ്റഡ് ദി കിങ് ആൻഡ് കണ്ടിന്യൂഡ് ഡിഗിങ് ദി ലാൻഡ് വിച്ച് ഹി വാസ് ഡൂയിങ് ഈവൻ ബിഫോർ ദ അറൈവൽ ഓഫ് ദ കിങ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു രാജാവ് സന്യാസിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗ്രീറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ഈ ഒരു സന്യാസി കറലി അവിടെയുള്ള അയാളുടെ മുറ്റത്ത് നിൽക്കുന്ന കുറച്ച് മണ്ണ് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഡിഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടാണ് അല്ലെ, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുഴി കളച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു ടൈമിലാണ് നമ്മുടെ രാജാവ് വരുന്നത്. അപ്പം രാജാവ് ഇയാളെ ഒന്ന് വന്ദിച്ചു അല്ലേ. അതിനുശേഷം ഇയാൾ തിരിച്ച് അങ്ങോട്ട് ഗ്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. The king raised his question to the hermit and said that he had come just to know the answers for the questions. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു രാജാവ് വന്ന കാര്യം ആ ഒരു സന്യാസിനോടായിട്ട് ഇങ്ങനെ പറയാണ്, എനിക്ക് 3 ക്വസ്റ്റ്യൻസ്, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറിയണമെന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് രാജാവാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. There was no reply from the hermit. അപ്പോൾ ഇയാൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ്, രാജാവ് ഇങ്ങനെ പറയുകയാണ്, എനിക്ക് 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന്. പക്ഷേ ഇത് കേട്ടതിന് ശേഷവും നമ്മുടെ സന്യാസി എന്താണ്, അതൊരു മുഖവരയ്ക്ക് എടുത്തിട്ടില്ല.
അയാളുടെ ആ ഒരു ലാൻഡ് ഡിഗിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹി ജസ്റ്റ് കണ്ടിന്യൂഡ് ഡിഗിങ്. അദ്ദേഹം എന്താക്കുകയാണ്, അവിടെ കിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. After some time, the king extended a helping hand to dig the soil bed and helped the hermit. കുറച്ചധികം ടൈം കഴിഞ്ഞപ്പോൾ അല്ലേ, നെക്സ്റ്റ് ഡേ ആയിട്ട് എന്താണ്, എന്നിട്ടും ഈ ഒരു സന്യാസിയിൽ നിന്ന് നമ്മുടെ രാജാവിന് എന്ത് കിട്ടിയില്ല, ഒരു ആൻസർ കിട്ടിയില്ല. അപ്പോൾ ഇയാൾ എന്താക്കി, നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലിയിൽ ഇയാളും വ്യാപൃതനാവുകയാണ് ചെയ്യുന്നത്. അതായത് സന്യാസി ഇയാൾ ഹെൽപ്പ് ചെയ്യണം, രാജാവ് ഹെൽപ്പ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ആഫ്റ്റർ സം ടൈം ഹി again raised his 3 questions and the hermit asked the king to give him the spade and take rest, but the king denied and continued digging. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഒരു സന്യാസിനോട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നമ്മുടെ രാജാവ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ സന്യാസി പറഞ്ഞു, താങ്കളൊരു കാര്യം ചെയ്യൂ, ഇയാൾ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു കളിക്കുന്ന ഇതുണ്ടല്ലോ സ്പീഡ്, അത് എനിക്ക് തന്നോളൂ, നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തോളൂ എന്ന്. പക്ഷേ രാജാവിന് അതൊരു ജസ്റ്റ് ഗിൽറ്റി ഫീലിംഗ് തോന്നി. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, ഇല്ല വേണ്ട കുഴപ്പമില്ല, ഞാൻ എൻ്റെ ജോലി തന്നെ വീണ്ടും ചെയ്തോളാം പറഞ്ഞിട്ട് വീണ്ടും കിളക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. Later they saw a bearded man running towards them and after coming near he fainted. അപ്പം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രാജാവിൻ്റെ അടുത്തേക്ക് ഒരു മീശയും താടിയൊക്കെയുള്ള വലിയ ഒരു ആള് ഇങ്ങനെ രാജാവിൻ്റെയും സന്യാസിയുടെ അടുത്തേക്ക് ഓടി വരികയാണ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ എന്താണ്, മയങ്ങി വീണു പോകുന്നുണ്ട്. ഫെയിൻറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മയങ്ങി വീഴുക എന്നാണ് കേട്ടോ. ദ ഹെർമിറ്റ് ആൻഡ് ദ കിങ് ഫൗണ്ട് ഹിം വൂണ്ടഡ് ആൻഡ് ബ്ലീഡിങ്. അപ്പോൾ എന്താണ്, ഹെർമിറ്റ് നമ്മുടെ സന്യാസിയും കിങ്ങും ഇയാളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ്, അയാൾക്ക് മുറിവേറ്റിട്ടുണ്ട്, നല്ലോണം ബ്ലീഡിങ് വരുന്നുണ്ട് അല്ലേ, രക്തം ഒഴുകുന്നുണ്ട്. They both did first aid and covered the wound and made him sleep inside the house. അപ്പോൾ എന്താണ്, ഇങ്ങനെ വൂണ്ടിൽ നല്ല ബ്ലീഡിങ് കണ്ടതിന് ശേഷം ഇവർ രണ്ടുപേരും ഈ ഒരു ആളെ ബിയർഡ്മാനെ എടുത്തിട്ട് വീട്ടിൻ്റെ അകത്ത് കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ടായിരുന്നു. സന്യാസിയുടെ വീട്ടിൻ്റെ അകത്ത് കേട്ടോ, അവിടെ കൊണ്ടുപോയി കിടത്തി അയാൾക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ കാര്യങ്ങളും വെച്ച് വൂണ്ട് കവർ ചെയ്ത് കൊടുത്തു. ആൻഡ് ഏർലി ഇൻ ദ മോർണിംഗ് വെൻ ഹി വോക്ക് he asked the king to forgive him and said that he was his enemy and he was waiting to kill the king and meanwhile was identified by the king's man and was attacked. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഇയാൾ പറയുന്നത്, കുറച്ച് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ നമ്മുടെ ഈ ഒരു താടിയുള്ള മനുഷ്യനുണ്ടല്ലോ, ആള് എന്താണ് എഴുന്നേൽക്കാണ് ചെയ്യുന്നത്, വോക്ക് ചെയ്യുക. ആൻഡ് ഹി ആസ്ക്ഡ് ദ കിങ് ടു ഫോർഗീവ്. അപ്പം രാജാവിനോടായിട്ട് അയാൾ ഇങ്ങനെ പറയാണ്, എന്നോട് ക്ഷമിക്കണം, അതായത് ഞാൻ ശരിക്കും നിങ്ങളുടെ ശത്രുവാണെന്ന്. ഹി വാസ് ഹിസ് എനിമി എന്നിട്ടില്ല, അതെന്താണ്, അയാൾ രാജാവിൻ്റെ ശത്രുവാണ്. ഹി വാസ് വെയിറ്റിംഗ് ടു കിൽ ദ കിങ്, ഞാൻ ശരിക്കും രാജാവിനെ കൊല്ലാൻ വേണ്ടി വന്നതായിരുന്നു. അതേസമയം രാജാവിൻ്റെ പടയാളികൾ അല്ലേ, കിങ്സ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിൻ്റെ കൂടെ ഉള്ളവർ, അപ്പോൾ അവരെന്താണ് ഇയാളെ കണ്ടുമുട്ടുകയും തിരിച്ചറിയുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുകയാണെന്ന് അയാൾ പറയായിരുന്നു. ആൻഡ് ഓൾസോ ഹി താങ്ക്ഡ് ദി കിങ് ഫോർ സേവിങ് ഹിസ് ലൈഫ് ആൻഡ് ഓൾസോ സെഡ് ഹി വിൽ ബി ഹിസ് സ്ലേവ് ആൻഡ് ദ ഫോളോയിങ് ജനറേഷൻ വിൽ ഡു ദി സെയിം. അപ്പോൾ എന്താണ്, രാജാവിനോടായിട്ട് അദ്ദേഹം പറയാണ്, എന്നെ സഹായിച്ചതിൽ നന്ദിയുണ്ട്, അതിന് പകരമായിട്ട് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ അടിമയായി കഴിയുമെന്നും ഇനി എന്നിൽ നിന്ന് ജനിക്കുന്ന എൻ്റെ ജനറേഷൻ മുഴുവനും ഈ ഒരു രാജാവിനെ സേവിക്കുമെന്നും അദ്ദേഹം പറയാണ്. ആൻഡ് ദ കിങ് വാസ് വെരി ഹാപ്പി മേക്കിംഗ് പീസ് വിത്ത് ഹിസ് എനിമി. അപ്പം ആ ഒരു ടൈമിൽ നമ്മുടെ രാജാവിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം തൻ്റെ ശത്രുവായിട്ടൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ സമാധാനം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതിൽ ആ ഒരു രാജാവിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷം വരികയാണ് ചെയ്യുന്നത്.
ആൻഡ് ഓൾസോ പ്രോമിസ്ഡ് ടു റിട്ടേൺ ദ പ്രോപ്പർട്ടി ടു ഹിം. അപ്പോൾ എന്താ ശരിക്കും ഈ ഒരു മനുഷ്യൻ, ആ ഒരു താടിക്കാരൻ എന്തിനാണ് വന്നിട്ടുള്ളത്? ഇയാളുടെ പ്രോപ്പർട്ടി രാജാവ് കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അയാളുടെ എന്തോ ലാൻഡ് കാര്യങ്ങളൊക്കെ രാജാവ് കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. ആ ഒരു ടൈമിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. അറ്റാക്ക് ചെയ്ത് അയാളെ രക്ഷപ്പെടുത്തുന്നത് രാജാവാണ്. അതുകൊണ്ട് തന്നെ അയാൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞതിന് ശേഷം രണ്ടുപേരും തമ്മിൽ നല്ലൊരു സമാധാനത്തിൽ എത്തിച്ചേരാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? രാജാവ് അയാളുടെ പ്രോപ്പർട്ടി തിരികെ കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രോമിസ് ടു റിട്ടേൺ ദ പ്രോപ്പർട്ടി ടു ഹിം. ആഫ്റ്റർ ഓൾ ദീസ് കോൺവെർസേഷൻ ദ കിങ് തോട്ട് ഇറ്റ് വാസ് ടൈം ടു ലീവ്. അപ്പം ഈ ഒരു സംഭാഷണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാജാവ് തീരുമാനിക്കുകയാണ്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഇതുവരെ ഒരു സാധാരണക്കാരനായിട്ടാണ് സന്യാസിയുടെ അടുത്ത് വന്നത്, ഇനിയിപ്പം പ്രത്യേകിച്ച് ഞാൻ ചോദിച്ചിരിക്കുന്നതിൻ്റെ ഉത്തരം ആൻസറൊന്നും എനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല, അപ്പം എന്തായാലും തിരിച്ചു പോകാനുള്ള ടൈം ആയെന്ന് രാജാവിന് മനസ്സിലാവാണ്. അപ്പോൾ രാജാവ് ലീവ് ചെയ്യാണ് അവിടെ നിന്ന്. ഓൾസോ ഹി തോട്ട് ഹി വുഡ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ ടു ദ ഹെർമിറ്റ്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അദ്ദേഹത്തിനൊരു ചിന്ത തോന്നുകയാണ്, ഒന്നും കൂടെ നമ്മുടെ സന്യാസിനോട് ഈ ഒരു 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കുന്നു. അപ്പം വെൻ ഹി വെൻറ്റ് ഔട്ട് ഹി സോ ദ ഹെർമിറ്റ് വാസ് സോവിങ് സീഡ്സ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ ഒരു രാജാവ് സന്യാസിൻ്റെ പക്കലിലേക്ക് പോവുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ സന്യാസി അവിടെ വിത്ത് വിതയ്ക്കുകയാണ്. സോയിങ് സീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് വിതയ്ക്കുക എന്നാണ് കേട്ടോ വരുന്നത്. ഹി ആസ്ക്ഡ് ഹിസ് ക്വസ്റ്റ്യൻസ് അഗെയിൻ. അപ്പം എന്താണ്, ആ ഒരു ടൈമിൽ രാജാവ് വീണ്ടും അദ്ദേഹത്തിനോടായിട്ട് സന്യാസിയോട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ദ ഹെർമിറ്റ് സെഡ് യു ഗോട്ട് ദ ആൻസേഴ്സ് ഓൾറെഡി. ആ ഒരു ടൈമിലാണ് നമ്മുടെ സന്യാസി ഒരു റിപ്ലൈ കൊടുക്കുന്നത് രാജാവിന്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ദ കിങ് ആസ്ക്ഡ് ഫോർ ആൻ എക്സ്പ്ലനേഷൻ. കിങ്ങിനൊന്നും മനസ്സിലായില്ല, അതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത്, എനിക്കതൊന്നും മനസ്സിലായില്ലല്ലോ എനിക്ക് ആൻസർ കിട്ടിയതെന്ന്. അപ്പം കിങ് സന്യാസിനോടൊന്നും അതൊന്ന് വിശദമാക്കാൻ വേണ്ടി പറയാണ്. അപ്പം ഹെർമിറ്റ് പറയാണ്, ദ ഹെർമിറ്റ് സെറ്റ് യെസ്റ്റർഡേ ഇഫ് ദ കിങ് ഹാഡൻ ഹെൽപ്ഡ് ഹിം ദ പ്രീവിയസ് ഡേ ഹി വുഡ് ഹാവ് ഗോൺ ആൻഡ് ബി കിൽഡ് ബൈ ദ എനിമി. Instead, he stopped to help and same with the enemy he had helped to save his life and in turn he made friendship with his enemy. അപ്പോൾ എന്താണ്, ഹെർമിറ്റ് വലിയൊരു വിശദീകരണം കൊടുക്കുന്നത്. അപ്പം ഇന്നലെ സന്യാസി പറയാണ്, ഇന്നലെ രാജാവ് എന്നെ സന്യാസി പറയാണ്, ഇന്നലെ രാജാവ് എന്നെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് എന്നെ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ കുഴി കിളക്കാനും ഈ ഒരു വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജാവ് എന്ത് ചെയ്യും, തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകൂലേ. അപ്പം ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും എന്താണ്, നിങ്ങളുടെ ശത്രു നിങ്ങളെ കൊന്നിട്ടുണ്ടാവുമെന്ന്. ഇനിയിപ്പം അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് എന്ത് പറ്റി, രാജാവ് കുറച്ച് നേരത്തോളം ഇവിടെ നിന്ന് കുഴിച്ച് കുറച്ച് വർക്ക് ചെയ്തു. ആ ഒരു ടൈമിൽ തന്നെ എന്താണ്, അയാളുടെ ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റി. ശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ട് പോലും എന്താണ്, രാജാവ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ, അയാളുടെ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്യാസി ലാസ്റ്റ് അവസാനമായിട്ട് പറഞ്ഞു വെക്കുകയാണ്, ശരിക്കും രാജാവ് തന്നെ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അല്ലേ അറിയേണ്ടത്. ഏറ്റവും ഉചിതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ ഉചിതമായിട്ട് വേണ്ട സമയം, അത് ഏത് സമയമാണെന്ന് അറിയേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പം സന്യാസി മറുപടി കൊടുക്കലാണ്, സോ ദ ഇമ്പോർട്ടൻറ്റ് ടൈം ഇസ് ദി പ്രസൻറ്റ് ടൈം അല്ലേ. ഇപ്പം നിൽക്കുന്ന ഈ ഒരു സമയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം. നമ്മൾ ഇന്ന് എന്ത് തുടങ്ങുന്നോ അതാണ് ഏറ്റവും പ്രഷ്യസ്. അല്ലാതെ ഏത് സമയം കാത്തു നിൽക്കുന്നോ അല്ലെങ്കിൽ നാളെ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല ബെറ്റർ. ഇന്നത്തെ ഈ ഒരു നിമിഷമാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അല്ലേ, ആരുടെ നിർദ്ദേശങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടത്, ആരെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഈസ് ഹൂ ഇസ് വിത്ത് അറ്റ് ദി പ്രസൻറ്റ് മൊമെൻറ്റ്. ആരാണോ നമുക്കൊപ്പം ഇപ്പം നിൽക്കുന്നത് അവരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറേണ്ടത്. ആൻഡ് ദ റൈറ്റ് തിങ് ഈസ് ടു ഡു ഗുഡ് ഫോർ ദാറ്റ് പേഴ്സൺ. അപ്പോൾ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്, എന്താണ് പ്രവൃത്തി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ആ ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂടെ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മളോട് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഗുഡായിട്ടുള്ള കാര്യം എന്നാണ് സന്യാസി പറയുന്നത്. അപ്പം ഈ ഒരു കഥയിൽ എന്താണ് 3 ക്വസ്റ്റ്യൻസിനും നമ്മുടെ ഈ ഒരു
രാജാവിന് ആൻസർ കിട്ടുകയാണ്. രാജാവ് സാറ്റിസ്ഫൈ ആവുകയാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ കേട്ടോ, സോറി ആൻസേഴ്സിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലിയോ ടോൾസ്റ്റോയിൻ്റെ ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഓഫ് ലിസ്റ്റ് ഓഫ് സ്റ്റോറീസിലൊരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഇത് വരുന്നത്, 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ക്യാരക്ടർ സ്കെച്ചസ് അല്ലേ, കിങ്ങിനെ കുറിച്ചിട്ടും ഹെർമിറ്റിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ച് നോക്കാം. അത് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം കുറച്ചൊരു ഓൾ ഓവർ എന്താണ് ചാപ്റ്റർ എന്നും കൂടെ നിങ്ങൾക്ക് ഫൈനലൈസ് ആയിട്ടൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് കിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ പറയാൻ നോക്കാം. The king is portrayed as someone who values wisdom and guidance from the others. അപ്പോൾ ഇവിടെ കിങ് എന്ന് പറയുന്നത് ആരാണ്? King is portrayed as someone who values wisdom and guidance. അപ്പം ഇവിടെ നമ്മുടെ ഈ ഒരു കിങ് പറയുന്നത് പോർട്രേറ്റ്, കിങ്ങിനെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്നാണ് കേട്ടോ. വിസ്ഡം ആൻഡ് ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനവും മാർഗദർശനവും വേണ്ട, മറ്റുള്ളവരിൽ നിന്ന് ജ്ഞാനവും മാർഗദർശനവും വേണ്ട ഒരാളായിട്ടാണ് ഇവിടെ കിങ്ങിനെ, രാജാവിനെ ചിത്രീകരിക്കുന്നത്. ഹി സീക്സ് അഡ്വൈസ് ഫ്രം വേരിയസ് ലേൺഡ് മെൻ ആൻഡ് അൾട്ടിമേറ്റ്ലി ഡിസൈഡ് ടു കൺസൾട്ട് എ റിനൗണ്ട് ഹെർമിറ്റ് ഫോർ ദ ആൻസേഴ്സ് ഹി സീക്സ്. അപ്പോൾ ഈ ഒരു കഥയിലുടനീളം എന്താണ് പറയുന്നത്? അദ്ദേഹം പല ജ്ഞാനരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന്, പല കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആൾക്കാരിൽ നിന്ന് ഉത്തരങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ, കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ അവസാനം അതൊന്നും തൃപ്തരാവാത്ത ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? അവസാനം ഒരു പ്രശസ്തനായിട്ടുള്ള അല്ലെ, റിനൗണ്ട് ആയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു സന്യാസിയുടെ പക്കലിലേക്ക് ഇതിൻ്റെ ആൻസറിന് വേണ്ടിയിട്ട്, ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. ആൻസർ ഹി സീക്സ്. And when he encounters the wounded man and gets to know his identity, he not only attends to the man's wound but also offers to restore his property and make amends. അപ്പോൾ എന്താണ് അവസാനം ഈ ഒരു രാജാവ് ഒരു ആളുമായിട്ട് ഏറ്റുമുട്ടൽ അല്ലെ, എൻകൗണ്ടർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റുമുട്ടലിൽ ഏർപ്പെടാണ്, അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാലല്ല, ഒരാളുമായിട്ട് എന്താണ് നമ്മുടെ ഈ ഒരു വൂണ്ട് ചെയ്തിരിക്കുന്ന മാനുമായിട്ടല്ലേ നേരിടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നൊരു മനുഷ്യനെ അല്ലേ, അവസാനം എന്താണ് അയാളുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്താണെന്ന് രാജാവിനെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബിയേർഡ് മാന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കാമെന്നൊക്കെ നമ്മുടെ ഈ ഒരു രാജാവ് പ്രോമിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തിരുത്തുകയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ തെറ്റുകളും തിരുത്തുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷോക്കേസസ് ദി കിങ്സ് കമ്പാഷൻ, മേഴ്സി ആൻഡ് കപ്പാസിറ്റി ഫോർ ഫോർഗിവ്നെസ് ആൻഡ് ഓൾസോ ഹൈലൈറ്റ്സ് ദി കിങ്സ് ഹ്യൂമൻ ആൻഡ് നോബിൾ ക്വാളിറ്റീസ്. അപ്പോൾ ഇവിടെ എന്താണ് കാണിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ? കിങ്സിൻ്റെ കമ്പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അനുകമ്പ, പിന്നെ മേഴ്സി ദയ, ആൻഡ് കപ്പാസിറ്റി ഫോർ ഫോർഗിവ്നെസ് അല്ലേ, ഒരാളോട് ക്ഷമിക്കാനുള്ള ആ ഒരു എന്താണ് കേപ്പബിലിറ്റി അല്ലേ, അതിനുള്ള കഴിവ്. കൂടാതെ നമ്മുടെ ഈ ഒരു രാജാവ് ഹ്യൂമെയിനാണ് അല്ലേ, എന്താണ് മനുഷ്യത്വമുള്ള ഒരാളാണ്. ആൻഡ് വിത്ത് നോബിൾ ക്വാളിറ്റീസ്, മാന്യമായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഒരാളുമാണ് നമ്മുടെ ഈ ഒരു രാജാവ് എന്ന് പറയുന്നത്. ഹി ഇവോൾവ്സ് ഫ്രം എ സീക്കർ ഓഫ് എക്സ്റ്റേണൽ വിസ്ഡം ടു എ മോർ എൻലൈറ്റഡ് ആൻഡ് കമ്പേഷനേറ്റ് ഇൻഡിവിജ്വൽ ഹു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ എസൻസ് ഓഫ് ലൈഫ് ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു കിങ് എന്ന് പറയുന്നത് ആരാണ്? അതായത് അത്രയ്ക്കും നല്ലൊരു ഹ്യൂമെയിൻ നാച്ചുറുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, നമ്മൾ ശരിക്കും സത്യസന്ധമായ രീതിയിൽ എങ്ങനെ ഒരു ജീവിതം നയിക്കാമെന്നൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഞാനുള്ളൊരു നല്ലൊരു വ്യക്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്കെച്ച് പറയുന്നത് ഹെർമിറ്റിനെ കുറിച്ചിട്ടാണ്, സന്യാസിയെ കുറിച്ചിട്ടാണ്. ഇവിടെയുള്ള സന്യാസി എങ്ങനെയുള്ള ആളാണ്? ദ ഹെർമിറ്റ് ഇൻ ദ സ്റ്റോറി ഈസ് എ വൈസ് എന്ന ബുദ്ധിമാനായിട്ടുള്ള ഹംബിൾ ക്യാരക്ടർ ഹു ഇമ്പാർട്ട്സ് എ വാല്യുബിൾ ലൈഫ് ലെസൺ ടു ദി കിങ്. അപ്പം എന്താ ഹംബിൾ എന്ന് വെച്ചാൽ എന്താണ്? വിനയാന്വിതൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പം ഈ ഒരു അത്രയ്ക്കും ബുദ്ധിയും വിനയാന്വിതനുമായിട്ടുള്ള ഈ ഒരു സന്യാസി എന്താണ് നമ്മുടെ ഈ ഒരു രാജാവിന് ജീവിതത്തിലെ വലിയൊരു പാഠത്തെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹി ലിവ്സ് എ സിമ്പിൾ ലൈഫ് എംഫസൈസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി പ്രസൻറ്റ് മൊമെൻറ്റ് ആൻഡ് ഡൂയിങ് ഗുഡ്. അപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത് എന്താ? വളരെ ലാളിത്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതമാണ് അയാൾ, ആ ഒരു സന്യാസി കാഴ്ചവെക്കുന്നത്. കൂടാതെ എന്താണ്? ഇന്നത്തെ
പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക എന്നതുള്ളതാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ജീവിതത്തിലെന്നാണ് അദ്ദേഹം രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. സെൽഫ്ലെസ്നെസ് ആൻഡ് കമ്പേഷൻ ഷൈൻ ത്രൂ when he tends to a wounded man and promotes forgiveness and reconciliation. അപ്പോൾ രാജാവിനോടൊപ്പം തന്നെ ഇദ്ദേഹം എന്താണ്, മറ്റുള്ളവരോടുള്ള അനുകമ്പയും ഇതിന് സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള ആ ഒരു കാര്യം എന്താണ് നമ്മുടെ ഈ ഒരു സന്യാസിലും കാണുന്നുണ്ട് അല്ലേ. രാജാവും സന്യാസിയും കൂടെയാണ് ആ ഒരു വ്യക്തിയെ ബിയർഡ്മാനെ സംരക്ഷിച്ചിട്ടുള്ളത്. ആൻഡ് ദ ഹെർമിറ്റ്സ് ക്യാരക്ടർ സിംബലൈസസ് വിസ്ഡം, സിംപ്ലിസിറ്റി ആൻഡ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ നേച്ചർ. അപ്പോൾ ഇവിടെ സന്യാസിയുടെ ക്യാരക്ടർ എന്താണ്, കിങ്ങിൻ്റെ ക്യാരക്ടറിനെ ഇതുപോലെ തന്നെ അല്ലേ, അത്രയ്ക്കും വിസ്ഡം എന്ന് വെച്ചാൽ അത്രയ്ക്കും ജ്ഞാനമായിട്ടുള്ള, ലാളിത്യപൂർണ്ണമായിട്ടുള്ള, സിംപ്ലിസിറ്റി എന്നാൽ ലാളിത്യപൂർണ്ണമായിട്ടുള്ള, ആൻഡ് പിന്നെ മനുഷ്യൻ്റെ ആ ഒരു ട്രൂ നേച്ചറിനെ കുറിച്ചിട്ടുള്ള അല്ലെ, മനുഷ്യൻ്റെ വികാരങ്ങളെ അല്ലെങ്കിൽ മനുഷ്യൻ എന്താണെന്നുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ നോളജുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു സന്യാസി എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ക്യാരക്ടർ സ്കെച്ച് വരുന്നത്. അവസാനം വരുന്നത് മൂന്നാമത്തെ കഥാപാത്രമായിട്ടുള്ള ബിയർഡ് ആണ്. ദ ബിയർഡഡ് മാൻ ഇൻ ദ സ്റ്റോറി ഇനീഷ്യലി അപ്പേഴ്സ് ആൻ എനിമി ഓഫ് ദ കിങ്. അപ്പം ഈ ഒരു ബിയർഡ് മാൻ എന്താണ്, നമ്മുടെ സ്റ്റോറിയിൽ ഒരു എനിമി, ശത്രുവാണ് അല്ലേ. ആദ്യ ഭാഗങ്ങളിൽ ശത്രുവായിട്ടാണ് കാണുന്നത്. ഡ്രിവൺ ബൈ എ ഡിസയർ ഫോർ റിവെഞ്ച് ഡ്യൂ ടു ദ എക്സിക്യൂഷൻ ഓഫ് ഹിസ് ബ്രദർ ആൻഡ് സീഷർ ഓഫ് ഹിസ് പ്രോപ്പർട്ടി ബൈ ദ കിങ്. അപ്പോൾ അദ്ദേഹം എന്താണ് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ ബ്രദറിനെ കൊല്ലുന്നിട്ടുണ്ട് അല്ലേ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ തർക്കത്തിൽ വേണ്ടിയിട്ടും. പിന്നെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ആരുടെ കൈവശമാണ് ഇപ്പോഴുള്ളത്, നമ്മുടെ രാജാവിൻ്റെ കൈവശമാണ് ഉള്ളത്. ഹവർ ഹിസ് എൻകൗണ്ടർ വിത്ത് ദ കിങ് ആഫ്റ്റർ ബീങ് വൂണ്ടഡ് ലെഡ് ടു എ പ്രൊഫൗണ്ട് ചേഞ്ച് ഓഫ് ഹാർട്ട്. അപ്പോൾ എന്താണ്, ഇയാൾക്ക് പരിക്ക് പറ്റിയതിന് ശേഷം രാജാവ് നന്നായിട്ട് ഇയാളെ ട്രീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അയാളുടെ ആ ഒരു കല്ല് പോലുള്ള മനസ്സ് പിന്നീട് എന്താണ് നന്നായിട്ട് ചേഞ്ച് ചെയ്യാണ് വരുന്നത് അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് ക്യാരിങ് ഔട്ട് ഹിസ് റിവെഞ്ച്ഫുൾ ഇൻറ്റൻഷൻ ഹി എക്സ്പ്രസ്ഡ് റിമോഴ്സ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് എ വില്ലിങ്സ് ടു ബിക്കം ദ കിങ്സ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. അപ്പോൾ എന്താണ്, ശരിക്കും ആ ഒരു പ്രതികാര മനോഭാവം ഉള്ളിൽ കൊണ്ട് നടക്കാതെ അദ്ദേഹം ഒരു റിമോഴ്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പശ്ചാത്താപം തോന്നുന്നതാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്തതിൽ. പിന്നെ എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാന്ന് വെച്ചാൽ നന്ദി പറയുകയാണല്ലേ. കൂടാതെ കിങ്ങിൻ്റെ, രാജാവിൻ്റെ നല്ലൊരു സേവകനാവാനുള്ളൊരു ഇതുകൂടെ, കമ്പേഷൻ കൂടെ അദ്ദേഹം അവിടെ രാജാവിനോടായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. And his change of heart highlights the potential for redemption and the capacity for forgiveness and reconciliation when individuals prioritize kindness and compassion over vengeance and hatred. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, അപ്പം ഈ ഒരു ബിയർഡ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഫോർ റിഡംഷൻ, വീണ്ടെടുപ്പിനുള്ള സാധ്യത എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്, പൊട്ടൻഷ്യൽ ഫോർ റിഡംഷൻ. അപ്പോൾ അതായത് വീണ്ടും പുതിയൊരു ജീവിതം ബിൽഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഇതെല്ലാം ഈ ഒരു ബിയർഡ് മാനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ ഇവരെ 3 പേരെയും കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന് അറിയേണ്ടതായിട്ട് വരുന്നതല്ല. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത്, വാട്ട് ഡിഡ് ഒക്കർ ഇൻ ദ മൈൻഡ് ഓഫ് ദ കിങ്. എന്താണ് നമ്മുടെ രാജാവിൻ്റെ മൈൻഡിൽ വരുന്നതെന്ന്, എന്തൊക്കെയാണ് ഈ ഒരു രാജാവിന് 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു വേൾഡിലുള്ള ആർക്കും അദ്ദേഹത്തിനെ കോൺക്കർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ ഡിഡ് ഹി വോണ്ട് ടു നോ ദ ആൻസേഴ്സ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ആൻസർ അറിയാനുള്ള ആ ഒരു ത്വര ഉണ്ടായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് അൺഡിഫീറ്റബിൾ അല്ലേ, അൺഡിഫീറ്റബിൾ ആയിരിക്കും അല്ലേ, ആരെക്കൊണ്ടും ഇയാളെ കോൺക്കർ ചെയ്യാൻ അടക്കി വെക്കാനേ സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ തിരഞ്ഞു പോകുന്നത്. ആൻഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആയിട്ടുള്ള ശരിയായിട്ടുള്ള ടൈം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ്, വാട്ട് ഈസ് ദ റൈറ്റ് ടൈം ടു ബിഗിൻ സംതിങ്.
അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാസ് ദ കിങ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ആൻസേഴ്സ്? അപ്പോൾ എന്താണ്, നമ്മുടെ കിങ്ങിന് കുറച്ചധികം ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു 3 ക്വസ്റ്റ്യനും. ആ ഒരു ആൻസേഴ്സിന് സംതൃപ്തിപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ കിങ് എന്നാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ശരിക്കും അല്ലേ? ഇല്ല അല്ലേ? കാരണം എന്താണ്, ചില ക്വസ്റ്റ്യൻസ് നീദർ ഹാപ്പി നോർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ആൻസേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കങ്ങ് സംതൃപ്തിപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം തന്നെ നേരിട്ടൊരു ഹെർമിറ്റിനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് ഡിഡ് ഹി ഫൈനലി ഡിസൈഡഡ് ടു ഡു? അപ്പോൾ എന്താണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? അവസാനം അദ്ദേഹം എന്താണ് ചെയ്തതെന്നാണ്. അവസാനം എന്താ ചെയ്തത്? ഈ ഒരു ആൻസേഴ്സ് ഒന്നും രാജാവ് പ്രതീക്ഷിച്ച അത്ര നല്ല ആൻസേഴ്സ് കിട്ടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ഒരു ഹെർമിറ്റിനെ കാണാൻ വേണ്ടി, സന്യാസിയെ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ ഹെർമിറ്റ് ഡൂയിങ്? എന്താണ് അവിടെ സന്യാസി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. സന്യാസി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാളുടെ ആ ഒരു ലാൻഡിൽ കുറച്ച് ഡിഗ് ചെയ്യുക അല്ലേ, കുഴി കിടക്കുകയാണ് അല്ലേ, അവിടുത്തെ ആ ഒരു ലാൻഡ് കിളക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് 7th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ദ കിങ് ഡു വെൻ ഹി വെന്റ് ദെയർ? അപ്പം ആ ഒരു രാജാവ് സന്യാസിൻ്റെ പക്കലേക്ക് ചെന്നപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നാണ്. അപ്പം എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് തന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ സന്യാസിയോടായിട്ട് ആ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് രാജാവ് ചോദിക്കുകയാണ്. ദ കിങ് വിഷ്ഡ് ദ ഹെർമിറ്റ് ആൻഡ് ആസ്ക്ഡ് ഹിസ് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദി ഹെർമിറ്റ് റിയാക്ട്? അപ്പം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജാവിനോട് ഹെർമിറ്റ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്, റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ എങ്ങനെയാണ്, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് രാജാവ് എന്താ ചെയ്തത്? ഗ്രേറ്റ് ചെയ്തു അല്ലേ ആ ഒരു സന്യാസിനെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞത്. അപ്പം ആ ഒരു സെയിം വേവ് ലെങ്ത്തിൽ തന്നെയാണ് സന്യാസിയും മറുപടി കൊടുത്തത്. ഫസ്റ്റ് ആ ഒരു രാജാവിനെ ഗ്രേറ്റ് ചെയ്തു, അതിനുശേഷം മിണ്ടാതിരുന്നു. അദ്ദേഹം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വർക്ക് തുടർന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ആൻസർ വരേണ്ടത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ ഡിഡ് ദ ബിയർഡഡ് മാൻ താങ്ക് ദ കിങ് ആൻഡ് ഓൾസോ വാട്ട് ഡിഡ് ഹി സേ? അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു താടിക്കാരൻ, ബിയർഡഡ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താടിക്കാരൻ എന്ന് പറയാം, രാജാവിനോട് നന്ദി പറഞ്ഞിട്ടുള്ളത്? എന്ത് കാര്യമാണ് പിന്നീട് രാജാവിനോടായിട്ട് പറഞ്ഞിട്ടുള്ളതെന്നാണ്. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? അതായത് രാജാവിനോട് നന്ദി പ്രകാശിപ്പിച്ചത് കാരണം ആ ഒരു ബിയർഡ് മാനിൻ്റെ, താടിക്കാരൻ്റെ ലൈഫ് സേവ് ചെയ്തത് ആരായിരുന്നു? നമ്മുടെ ഈ ഒരു രാജാവായിരുന്നു. കൂടാതെ അദ്ദേഹം പറഞ്ഞത് ഇനിയുള്ള അയാളുടെ യങ് ജനറേഷൻ ആണെങ്കിൽ തുടർന്നിട്ടുള്ള കണ്ടിന്യൂസ് ജനറേഷനിലും രാജാവിനെ സേവിക്കാമെന്നാണ് ഇവിടെ ബിയർഡ് മാൻ രാജാവിനോടായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇനി 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ ഔട്ട്കം ഓഫ് ദിസ് എൻകൗണ്ടർ ഇൻ ദ വുഡ്സ്? അപ്പം നമ്മുടെ വുഡ്സിൽ ഒരു എൻകൗണ്ടറിലെ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു? അതായത് അതിൻ്റെ ഔട്ട്കം ആയിട്ട് വരുന്നത് നമ്മുടെ രാജാവും അദ്ദേഹത്തിൻ്റെ ശത്രുവും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് രാജാവ് അയാളുടെ എനിമിയുടെ ലൈഫ് സേവ് ചെയ്തു ആൻഡ് ഓഫേർഡ് ഹിം അസിസ്റ്റൻ്റ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെൻ ദ കിങ് ആസ്ക്ഡ് ഫോർ ദ ആൻസർ വാട്ട് വാസ് ദ ഹെർമിറ്റ്സ് റിപ്ലൈ? അപ്പം കിങ് ഹെർമിറ്റിനോട്, സന്യാസിയോട് ചോദിച്ചിട്ടുണ്ട് ആൻസേഴ്സിന് വേണ്ടിയിട്ട്, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായിരുന്നു സന്യാസിയുടെ മറുപടി എന്നാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവസാന ഭാഗങ്ങളിലേക്കാണ് കേട്ടോ ഈ ഒരു ഹെർമിറ്റ് സന്യാസി റിപ്ലൈ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഹെർമിറ്റ് എന്താ പറഞ്ഞത്? രാജാവിന് ഇതിനകം തന്നെ ആ ഒരു ആൻസേഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ, അതല്ലേ? ദാറ്റ് ഈസ് ദ ഹെർമിറ്റ് റിപ്ലൈഡ് ദാറ്റ് ദി കിങ് ഹാഡ് ഓൾറെഡി ഗോട്ട് ഹിസ് ആൻസേഴ്സ്. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വാസ് ഹിസ് ആൻസർ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ് 1ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്? അതായത് സന്യാസി രാജാവിനോട് പറയാണ്, പ്രസൻറ്റ് ടൈമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള, ശരിയായിട്ടുള്ള ടൈം സ്റ്റാർട്ടിങ് എനി ജോബ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. എൻ്റെ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വാട്ട് വാസ് ഹിസ് ആൻസർ ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു എന്നാണ്.
അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമ്മുടെ സന്യാസി എന്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഈസ് whoever he is with at the present moment. നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മളോടൊപ്പം ആരാണോ ഉള്ളത് അവരാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ. അവർ പറയുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ലിസൺ ചെയ്യേണ്ടതെന്നാണ്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ഹിസ് ആൻസർ ഫോർ ദ തേർഡ് ക്വസ്റ്റ്യൻ? 3ാമത്തെ ക്വസ്റ്റ്യന് സന്യാസി നൽകിയിട്ടുണ്ടായിരുന്ന മറുപടി എന്തായിരുന്നെന്നാണ്. അപ്പോൾ എന്തായിരുന്നു 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ മറുപടിയായിട്ട് വരുന്നത്? അതായത് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട നല്ല പ്രവൃത്തി അല്ലേ, ടു ഡു ദാറ്റ് പേഴ്സൺസ് ഗുഡ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്, അതായിരിക്കണം നമ്മുടെ നല്ല പ്രവൃത്തിയായിട്ട് വരേണ്ടത്. അതാണ് 14ാമത്തെ ആൻസർ വരുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിന് വരുന്നത്. ദാറ്റ് ഈസ് വാസ് ദ കിങ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഹെർമിറ്റ് ആൻസേഴ്സ്? നമ്മുടെ രാജാവിന് ഇപ്പം ഈ ഒരു സന്യാസിയുടെ ആൻസറിൽ പൂർണ്ണ സംതൃപ്തി അടങ്ങിയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് പറയാം? യെസ്, അഫ്കോഴ്സ് അല്ലേ, നമ്മുടെ കിങ് ഈ ഒരു ആൻസേഴ്സിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ദ കിങ് വാസ് സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി വിത്ത് ദ ആൻസർ എന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. ചെറിയൊരു ചാപ്റ്ററാണ്. ക്ലാസ് കേൾക്കാം. പിന്നെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഇപ്പം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.